നമസ്കാരം, എൻ്റെ പേര് അമ്പിളി. 10ാം തരം തുല്യതാ പഠിതാക്കളെ എല്ലാവരെയും ഞാൻ ലേൺ വിത്ത് അമ്പിളി എന്ന ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് നമ്മുടെ 1ാമത്തെ യൂണിറ്റായ മൊഴി വഴികൾ, അതിലെ ഒരു പ്രവേശകവും ഒരു കവിതയുമാണ്. നമുക്ക് നൽകിയിട്ടുള്ള പ്രവേശകം മലയാള കവിതയിലെ ആധുനിക കവിത്രയത്തിലെ കവിയായ വള്ളത്തോൾ നാരായണമേനോൻ എഴുതിയ എൻ്റെ ഭാഷ എന്ന കവിതയിലെ ഏതാനും വരികളാണ്. കുമാരനാശാനും ഉള്ളൂർ എസ് പരമേശ്വരയ്യരുമാണ് ആ ത്രയത്തിലെ മറ്റു 2 കവികൾ. വള്ളത്തോളിൻ്റെ ഈ പ്രവേശക കവിതയിലേക്ക് നമുക്കൊന്ന് പോകാം. കവിത നമുക്കൊന്ന് ചൊല്ലി നോക്കാം. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്കമൃതും അമൃതായി തോന്നൂ. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയേണമെങ്കിൽ സുഭാഷിതൻ വക്ത്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം. കവിത ചൊല്ലിയത് കേട്ടല്ലോ. ഇനി നമുക്ക് കവിതയുടെ ആശയത്തിലേക്കൊന്ന് വരാം. കവി ഭാഷയെ പ്രകീർത്തിക്കുന്നു, പുകഴ്ത്തുന്നു, അതിൻ്റെ ഗുണഗണങ്ങൾ പാടുന്നു. അതെ, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. ഒരു മനുഷ്യന് അവൻ്റെ മാതൃഭാഷ പെറ്റമ്മയാണ്. പെറ്റമ്മയ്ക്ക് തുല്യമാണ് സ്വന്തം ഭാഷ. പക്ഷേ മറ്റുള്ള ഭാഷകൾ, നാം പലതരം ഭാഷകൾ നമുക്കറിയാം, വിദേശ ഭാഷകൾ പലതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് വെറും ധാത്രിമാരാണ്, തോഴിമാരാണ്. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. കുഞ്ഞുങ്ങൾ അമ്മയുടെ പാൽ കുടിച്ചാണ് വളരുന്നത്. ആ പാൽ കുടിച്ച് വളരുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് നല്ല വളർച്ച, ആരോഗ്യമൊക്കെ ഉണ്ടാവുക. ഇവിടെ നമ്മുടെ അമ്മ മാതൃഭാഷയാണ്. ആ മാതൃഭാഷയിലൂടെ പഠിച്ചാൽ, മനസ്സിലാക്കിയാൽ, വളർന്നാൽ മാത്രമേ നമുക്ക് പൂർണ്ണ വളർച്ച നേടാൻ സാധിക്കൂ എന്നാണ് കവി അർത്ഥമാക്കുന്നത്. മാത്രമല്ല, അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് അമൃതും അമൃതായി തോന്നൂ. പാലാഴി കടഞ്ഞ് ദേവന്മാരും അസുരന്മാരും കൂടി അതിൽ നിന്നും എടുത്തതാണ് അമൃത് എന്ന ദിവ്യ ഔഷധം. അമരത്വം നൽകുന്നതും ജരാനരകൾ ബാധിക്കാതെ വാർദ്ധക്യത്തിൽ നിന്നും രക്ഷിക്കുന്നതിനും എല്ലാം ഉപകരിക്കുന്ന ഒരു ദിവ്യ ഔഷധം. ആ അമൃത് അതീവ സ്വാദിഷ്ടമാണ്. പക്ഷെ ഇവിടെ കവി പറയുന്നു, അത്ര സ്വാദിഷ്ടമായ ഗുണങ്ങൾ തികഞ്ഞ അമൃത് പോലും അമ്മ വിളമ്പിത്തരുമ്പോഴാണ് അമൃതായി മാറുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം പെറ്റമ്മ, അമ്മ തരുന്നതാണ് നമുക്ക് എന്തും ഗുണമായിട്ട്, വിശേഷമായിട്ട് അനുഭവപ്പെടുക. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും, ഇവിടെയുള്ള ഏതൊരു വേദമാകട്ടെ, ശാസ്ത്രമാകട്ടെ, കാവ്യമാകട്ടെ, അതെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം നമുക്ക് നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സിൽ പതിയണമെങ്കിൽ നമുക്കത് നമ്മുടെ സ്വന്തം ഭാഷയുടെ വക്ത്രത്തിൽ നിന്നും, മുഖത്തിൽ നിന്നും കേൾക്കണം. ഏതൊരു കാര്യവും നമുക്ക് ശരിയായി മനസ്സിലാക്കണമെങ്കിൽ അത് നമ്മുടെ മാതൃഭാഷയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ശരിയല്ലേ? നമുക്ക് ഏതൊരു കാര്യവും, നമ്മുടെ മനസ്സിലുള്ള ആയിക്കൊള്ളട്ടെ, അത് മറ്റൊരാളോട് വ്യക്തമായിട്ടും ഭംഗിയായിട്ടും പറയണമെങ്കിൽ നമുക്ക് നമ്മുടെ മാതൃഭാഷയിലൂടെയല്ലേ സാധിക്കൂ. നമ്മുടെ മാതൃഭാഷ മലയാള ഭാഷയിലൂടെ നമുക്ക് എന്തു വേണമെങ്കിലും, ഏത് വിധേനയെങ്കിലും, എപ്രകാരം വേണമെങ്കിലും നമുക്കത് അവതരിപ്പിക്കാൻ സാധിക്കും. വളരെ എളുപ്പമാണ് നമുക്കത് ചെയ്യാനായിട്ട്. പക്ഷേ മറ്റൊരു ഭാഷ, ഒരു ഇംഗ്ലീഷ് ഭാഷയോ അല്ലെ ഫ്രഞ്ചോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഭാഷയിൽ നമ്മുടെ മനസ്സിലെ വിചാരങ്ങളും വികാരങ്ങളും നമുക്ക് പൂർണ്ണമായിട്ടും
പ്രതിഫലിപ്പിക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. അതിന് വളരെ പരിമിതികൾ ഉണ്ടായിരിക്കും. അപ്പോൾ മാതൃഭാഷ അതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലമതിക്കുന്നത്. അത് സ്വന്തം അമ്മയ്ക്ക് തുല്യമാണെന്ന് കവി ഈ ഭാഗത്ത് നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ഈ പ്രവേശകത്തിന്റെ ആശയം അതാണ്. മനസ്സിലായല്ലോ? ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ഈ ആശയങ്ങളുടെ ഇന്നത്തെ പ്രസക്തി എന്ത് ചർച്ച ചെയ്യുക എന്ന്. ഇവിടെ കവി മാതൃഭാഷയുടെ പ്രാധാന്യമാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം മാതൃഭാഷയുടെ പ്രാധാന്യം വളരെ കുറഞ്ഞിരിക്കുന്നു എന്ന്. കുട്ടികളെ ഇംഗ്ലീഷ് വിദ്യാലയങ്ങളിൽ ചേർത്ത് പഠിപ്പിക്കാനാണ് എല്ലാവരും, മാതാപിതാക്കളടക്കം എല്ലാവരും താല്പര്യപ്പെടുന്നത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഉന്നത സ്ഥാനമാനങ്ങൾ നേടാനും ഉയർന്ന രീതിയിൽ ഒരു കുട്ടിക്ക് വളർന്നു വലുതാകാനും സാധിക്കൂ എന്നാണ് ഇന്നത്തെ ജനങ്ങളുടെ അന്ധമായ വിശ്വാസം. ഏതൊരു വിദ്യാലയത്തിൽ ചെന്നാലും അവിടെ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകളിലായിരിക്കും കുട്ടികൾ കൂടുതലായിട്ട് കാണുക. മാതൃഭാഷയിലൂടെയുള്ള അധ്യാപനം വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഇന്ന് വിദ്യാലയങ്ങളിൽ ചെയ്യുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും നമുക്ക് പ്രവേശകത്തെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം. നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് വരാം. നമ്മുടെ പാഠത്തിന്റെ പേര് സീതാ സ്വയംവരം. പ്രാചീന കവിത്രയത്തിൽപ്പെട്ട 3 കവികളാണ് ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. ഇതിൽ എഴുത്തച്ഛന്റെ കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഭാരതത്തിലെ 2 മഹത് ഇതിഹാസ ഗ്രന്ഥങ്ങളാണ് രാമായണവും മഹാഭാരതവും. ആദികവിയായ വാൽമീകിയാൽ എഴുതപ്പെട്ടതാണ് രാമായണം. വേദവ്യാസ മഹർഷിയാൽ എഴുതപ്പെട്ടതാണ് മഹാഭാരതം. രാമായണത്തിന്റെ രചനയോടുകൂടി ഭാരതത്തിൽ അനേകം രാമായണ കഥയെ അടിസ്ഥാനമാക്കിയുള്ള കൃതികൾ രൂപം കൊണ്ടു. എഴുത്തച്ഛൻ വാൽമീകിയുടെ അധ്യാത്മ രാമായണത്തെ അല്ല തന്റെ കാവ്യത്തിന്റെ രചനയ്ക്കായി അവലംബിച്ചത്. സംസ്കൃത ഭാഷയിൽ രചിക്കപ്പെട്ട മറ്റൊരു കൃതിയായ അധ്യാത്മ രാമായണമാണ് അദ്ദേഹം സ്വീകരിച്ചത്. എഴുത്തച്ഛനെ നമുക്ക് മലയാള ഭാഷയുടെ, ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കാം. കാരണം എഴുത്തച്ഛന് മുൻപ് ഇവിടെ പാട്ട് പ്രസ്ഥാനം, മണിപ്രവാള പ്രസ്ഥാനം എന്നിങ്ങനെ 2 കവിതാ രീതികളാണ് നിലവിലുണ്ടായിരുന്നത്. തമിഴ് ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് രചിക്കപ്പെട്ട കവിതകളാണ് പാട്ടുകൃതികൾ. സംസ്കൃത ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് രചിക്കപ്പെട്ട കൃതികളാണ് മണിപ്രവാള കൃതികൾ. എഴുത്തച്ഛൻ എന്തു ചെയ്തു? പാട്ടുകൃതികളിൽ നിന്നും സംസ്കൃത പദ ബഹുലമായ മണിപ്രവാള കൃതികളിൽ നിന്നും വേണ്ടവ മാത്രം സ്വീകരിച്ചു, അല്ലാത്തവയെ പൂർണ്ണമായിട്ടും തിരസ്കരിച്ചു. അങ്ങനെ ഇന്ന് കാണുന്ന നമ്മുടെ മലയാള ഭാഷയ്ക്ക് തുല്യമായ ഒരു ഭാഷാരീതി അദ്ദേഹം സ്വീകരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് പറയുന്നത്. കൂടാതെ എഴുത്തച്ഛന്റെ കൃതികളിലെ മുഖ്യമായ ഭാവം ഭക്തിയാണ്. ഏതൊരു കൃതി എടുത്തു നോക്കിയാലും ഭക്തിരസപ്രധാനമായിരിക്കും. ഇതിനു പുറമെ അദ്ദേഹത്തിന്റെ കൃതികൾ അധ്യാത്മരാമായണം, മഹാഭാരതം ഇതൊക്കെ കിളിപ്പാട്ടുകളാണല്ലോ. എന്താണ് കിളിപ്പാട്ട് അറിയാമോ? കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നും നമ്മൾ എഴുത്തച്ഛനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം കിളിയെ വിളിക്കുന്നു. ശാരിക പൈതലേ ചാരുശീലേ വരികാരോമലേ കഥാശേഷവും ചൊല്ലുനീ. അല്ലയോ ശാരിക പൈതലേ ചാരുശീലേ വരൂ, എന്നിട്ട് കഥയുടെ ബാക്കി പറയൂ, ഞാൻ എഴുതട്ടെ. ഇത് കേട്ട് കിളി കഥ പറയുന്നു, കവി എഴുതിയെടുക്കുന്നു. കിളിയെ കൊണ്ട് കഥ പറയിച്ചിട്ട് എഴുതിയെടുക്കുന്ന രീതിയാണ് കിളിപ്പാട്ട്. അപ്പോൾ എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ടിലെ ഒരു ഭാഗമാണ് സീതാ സ്വയംവരം. അയോധ്യയിൽ ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാരാണ് രാമനും ലക്ഷ്മണനും. ഒരിക്കൽ വിശ്വാമിത്ര മഹർഷി
അയോധ്യയിലെത്തുന്നു. ജനക മഹാരാജാവിന്റെ സമ്മതപ്രകാരം രാമലക്ഷ്മണന്മാരെയും കൂട്ടി അവിടെ നിന്നും യാത്ര പുറപ്പെടുന്നു. അവർ പല നാടുകളും ചുറ്റി, പല സ്ഥലങ്ങളും ചുറ്റി ഒടുവിൽ വിദേഹ രാജ്യത്ത് എത്തുന്നു. വിദേഹം ഭരിക്കുന്നത് ജനക മഹാരാജാവാണ്. വിദേഹത്തിൽ അന്ന് എന്തോ വിശേഷമുണ്ട്, എന്തോ ആഘോഷമുണ്ട്. മറ്റൊന്നുമല്ല, ജനകന്റെ പുത്രി സീതയുടെ, വൈദേഹിയുടെ, മൈഥിലിയുടെ വിവാഹമാണ്, സ്വയംവരമാണ്. വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും രാജകൊട്ടാരത്തിലേക്ക് ചെല്ലുന്നു. വലിയ ആഘോഷമാണ് അവിടെ നടക്കുന്നത്. അനേകം രാജാക്കന്മാർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ സ്വയംവരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ശ്രീ പരമേശ്വരനാൽ ലഭ്യമായ ത്രയംബകം എന്ന ചാപം എന്ന വില്ല് കുലയ്ക്കുന്ന ആൾക്കു മാത്രമാണ് സീതയെ വിവാഹം കഴിക്കാൻ സാധിക്കൂ. ജനക മഹാരാജാവ് ഇങ്ങനെയൊരു മത്സരം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വന്ന രാജാക്കന്മാരെല്ലാം മത്സരത്തിൽ പങ്കെടുത്തു. പക്ഷെ അവർക്കാർക്കും ആ ചാപം ഒന്ന് അനക്കുവാൻ പോലും സാധിച്ചില്ല എന്നാണ് കവി പറയുന്നത്. ഈ ഒരു ഘട്ടത്തിൽ രാമലക്ഷ്മണന്മാരും വിശ്വാമിത്രനും അവിടെ എത്തുകയാണ്. ഇതാണ് നമ്മുടെ കവിതയുടെ സന്ദർഭം. നമുക്ക് നമ്മുടെ കവിതയിലേക്ക് പോകാം, അതൊന്ന് ചൊല്ലാം. കവിതയൊന്ന് ചൊല്ലി നോക്കിയാലോ? ശ്രദ്ധിച്ചിരിക്കൂ. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ട് രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്നിച്ചിടിനാൻ. വില്ലെടുക്കാമോ, കുലച്ചിടാമോ, വലിക്കാമോ, ചൊല്ലുകെന്നതു കേട്ട് ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നത് ചെയ്താലും മടിക്കേണ്ട, കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ. മന്ദഹാസവും പൂണ്ട് രാഘവനത് കേട്ട് മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം. ജ്വലിച്ച തേജസ്സോടെ എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം. നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നു മറ്റൊലി കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടും ആട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗളസ്തുതികളും. ദേവകളൊക്കെ പരമാനന്ദം പൂണ്ട് ദേവദേവനെ സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ട് വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭാഘോഷം കണ്ട് കൗതുകം പൂണ്ടാർ. ജനകൻ ജഗത് സ്വാമിയാകിയ ഭഗവാനെ ജനസംസദി ഗാഢാശ്ലേഷവും ചെയ്താനല്ലോ. ഇടിവെട്ടിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ട് നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ. മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞ് ശോഭയോടെ സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദം അർണോജനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയും ഇട്ടാൾ മുന്നേ. പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടിടിനാൾ. മാലയും ധരിച്ച് നീലോൽപല കാന്തി തേടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിയിടിനാൻ. ഞാൻ എൻ്റെ ഒരു താളക്രമത്തിലാണ് കവിത ചൊല്ലിയത്.
നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ കവിതയ്ക്ക് പല പല ഈണവും താളവും ഒക്കെ കണ്ടുപിടിച്ച് ചൊല്ലാൻ സാധിക്കുന്നതാണ്. ഒന്ന് ശ്രമിച്ചു നോക്കുക. കവിതയുടെ ആശയത്തിലേക്ക്, അർത്ഥത്തിലേക്ക് ഒന്ന് പോകാം. കവിതയുടെ സന്ദർഭം നമ്മൾ മനസ്സിലാക്കിയല്ലോ. ജനക രാജധാനി, അവിടെ സീതാ സ്വയംവരം നടക്കാൻ പോകുന്നു. അവിടെ ഒരു മത്സര പരീക്ഷയുണ്ട്. ത്രയംബകം എന്ന ശൈവജാപം കുലയ്ക്കണം, അതാണ് മത്സരം. വന്ന രാജാക്കന്മാരെല്ലാം ആ മത്സരത്തിൽ പരാജയപ്പെട്ടു. ഈ സന്ദർഭത്തിൽ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും ഗുരുവായ വിശ്വാമിത്രനോടുകൂടി അവിടെ എത്തുന്നു. കവിതയിലേക്കൊന്ന് നോക്കൂ. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ട് രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്നിച്ചിടിനാൻ. ചന്ദ്രശേഖരൻ ശ്രീ പരമേശ്വരന്റെ ആ പള്ളിവില്ല് കണ്ടിട്ട് രാമചന്ദ്രൻ, ശ്രീരാമൻ സന്തോഷത്തോടെ ആ പള്ളിവില്ലിനെ വന്ദിച്ചു. അതിനുശേഷം അദ്ദേഹം ചോദിക്കുകയാണ്, വില്ലെടുക്കാമോ, കുലച്ചിടാമോ, വലിക്കാമോ? ചൊല്ലുകെന്നത് കേട്ട് ചൊല്ലിനാൻ വിശ്വാമിത്രൻ. ആ പള്ളിവില്ലിനെ വന്ദിച്ചതിന് ശേഷം ശ്രീരാമചന്ദ്രൻ ചാടിക്കയറി ആ വില്ലെടുത്ത് കുലയ്ക്കാനല്ല ശ്രമിച്ചത്. തന്റെ ഗുരുവായ വിശ്വാമിത്ര മഹർഷിയോട് അനുവാദം ചോദിക്കുന്നു. ഞാൻ വില്ലെടുത്തോട്ടെ, കുലച്ചോട്ടെ, അത് വലിച്ചോട്ടെ എന്ന്. അനുവാദം കിട്ടിയാൽ മാത്രമേ ചെയ്യൂ. ശ്രീരാമന്റെ വിനയവും താഴ്മയും ഭക്തിയും എല്ലാം, ഗുരുഭക്തിയും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് കേട്ടിട്ട് വിശ്വാമിത്രൻ ചൊല്ലിനാൻ. മഹർഷി ഇപ്രകാരം പറഞ്ഞു, എല്ലാമാം ആകുന്നത് ചെയ്താലും മടിക്കേണ്ട, കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ. വിശ്വാമിത്ര മഹർഷി പറയുകയാണ്, ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യുക, എല്ലാം ചെയ്യുക. ആ അമ്പെടുത്ത് വില്ലെടുത്ത് കുലയ്ക്കുക. തീർച്ചയായിട്ടും അതുമൂലം കല്യാണം ഇതുമൂലം വന്നുകൂടിയിടും. കല്യാണം ശരിയാണ്. ആ ശൈവജാപം കുലച്ചാൽ അവിടെ കല്യാണം നടക്കും, വിവാഹം നടക്കും. സീതയെ ശ്രീരാമൻ വിവാഹം ചെയ്യും. ഇവിടെ കല്യാണം എന്ന വാക്കിന് വിവാഹം എന്നർത്ഥമുണ്ട്. കൂടാതെ ആ വിവാഹത്തിലൂടെ എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭ്യമാകും. ഐശ്വര്യം. അപ്പൊ രണ്ടർത്ഥമാണ് കല്യാണം എന്ന വാക്കിന് ഇവിടെ നൽകിയിട്ടുള്ളത്. അങ്ങനെ വിശ്വാമിത്ര മഹർഷിയുടെ, ഗുരുവിന്റെ അനുവാദം ശ്രീരാമന് ലഭ്യമായി. അദ്ദേഹം എന്തു ചെയ്തു? മന്ദഹാസവും പൂണ്ട് രാഘവൻ അത് കേട്ട് മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം. ഗുരുവിന്റെ അനുവാദം ലഭ്യമായ ശ്രീരാമൻ പതുക്കെ ഒരു പുഞ്ചിരിയോടുകൂടി, മന്ദഹാസം പുഞ്ചിരിയോടുകൂടി ആ പതുക്കെ മന്ദം മന്ദം പോയി ആ ശൈവജാപത്തെ ആകെയൊന്ന് നോക്കി കണ്ടു. എന്നിട്ട് ജ്വലിച്ച തേജസ്സോടെ എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം. ജ്വലിച്ച തേജസ്സോടെ, ആ മുഖമാകെ തേജസ് നിറഞ്ഞിരിക്കുകയാണ്. തേജസ് അങ്ങനെ ജ്വലിക്കുകയാണ്, കത്തുകയാണ്. ആ ജ്വലിച്ച തേജസ്സോടെ അതിവേഗത്തോടെയും ആ ശൈവജാപം എടുത്തുയർത്തിയിട്ട് എന്തു ചെയ്തു? മുറിച്ചു. അത് വലിക്കുകയാണ്. അമ്പെയ്യണമെങ്കിൽ വലിച്ചിങ്ങനെ പിടിച്ചിട്ടാണല്ലോ അമ്പ് വിടുന്നത്. അങ്ങനെ വലിച്ചു പിടിച്ച് മുറിച്ചു ജിതശ്രമം. വളരെ എളുപ്പത്തില്, ജിതശ്രമം യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഇത്രയും കാര്യങ്ങൾ ശ്രീരാമൻ ചെയ്തു. ഇതുവരെ രാജാക്കന്മാർക്ക് ആ ശൈവജാപം പതുക്കെ ഒന്ന് അനക്കാൻ പോലും കഴിഞ്ഞില്ല എന്നാണ് കവി പറഞ്ഞത്. പക്ഷെ ഇവിടെ ശ്രീരാമൻ ചെന്ന് നോക്കി ആ ശൈവജാപം എടുത്ത് അതിവേഗത്തിൽ കുലയ്ക്കാൻ ശ്രമിക്കുകയാണ്. അതെടുത്തുയർത്തുകയാണ്. അത് കണ്ടിട്ട്, അങ്ങനെ എടുത്തുയർത്തി നിൽക്കുന്നത് കണ്ടിട്ട് നിന്നരുളുന്ന നേരം ഈരേഴ് ലോകങ്ങളും ഒന്നും മറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. അതെടുത്തുയർത്തി കുലയ്ക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഈരേഴ് ലോകങ്ങളിലും എന്തോ ഒരു വലിയ ശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദം കേട്ടിട്ട് അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെല്ലാം വിസ്മയപ്പെട്ടുപോയി, അത്ഭുതപ്പെട്ടുപോയി. വലിയ ഒരു ശബ്ദം. അതെല്ലാം കേട്ടിട്ട്
പാട്ടും ആട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗളസ്തുതികളും. അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെല്ലാം സന്തോഷം കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നോക്കൂ. ശ്രീരാമൻ അമ്പെടുത്ത് കുലയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ ഒരു അമ്പിന് എന്തോ സംഭവിച്ചിട്ടുണ്ടോ, വലിയൊരു ശബ്ദം കേട്ടു എന്ന് നമ്മൾ പഠിച്ചു. ഇരേഴ് ലോകവും അത് മറ്റൊലിക്കൊണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന സമയത്ത് ജനങ്ങളെല്ലാം സന്തോഷത്തോടെ പാട്ടുപാടുന്നു, ആട്ടം ചെയ്യുന്നു, നൃത്തം ചെയ്യുന്നു, കൂത്ത്, പുഷ്പവൃഷ്ടി, അതുപോലെ പലതരത്തിലുള്ള വാദ്യങ്ങൾ, മംഗളസ്തുതികൾ ഇതെല്ലാം അവിടെ നടക്കുകയാണ്. ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു. ദേവന്മാർക്കെല്ലാം അതീവ സന്തോഷമായി. ദേവദേവനെ സേവിക്കുന്ന അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു. ദേവദേവനെ പരിരക്ഷിക്കുന്ന അപ്സര സുന്ദരികളെല്ലാം സന്തോഷത്തോടെ ഉത്സാഹത്തോടെ നിലകൊണ്ടു. എന്തിനു വേണ്ടിയിട്ട്? വിശ്വേശ്വരനുടെ വിവാഹോത്സവ ആരംഭഘോഷം കണ്ട് കൗതുകം പൂണ്ടാർ. വിശ്വേശ്വരൻ, ലോകനാഥന്റെ, ശ്രീരാമന്റെ ആ വിവാഹ ആഘോഷം കാണാൻ വേണ്ടിയിട്ട് കൗതുകത്തോടെ അവരെല്ലാം അങ്ങനെ നിന്നു. ഇതാ ശ്രീരാമന്റെയും സീതയുടെയും വിവാഹം നടക്കാൻ പോവുകയാണ്. ആ മത്സര പരീക്ഷയിൽ ശ്രീരാമൻ ഇതാ വിജയിച്ചിരിക്കുന്നു. അമ്പെടുത്ത് ഉയർത്തി കുലയ്ക്കാൻ ശ്രമിച്ചു. അപ്പൊ എല്ലാവരും, ദേവന്മാരും ദേവസ്ത്രീകളും അവിടെ കൂടിയിരിക്കുന്ന എല്ലാ ജനങ്ങളും സന്തോഷിക്കുകയാണ്. സീതയുടെ പിതാവായ ജനകൻ എന്തു ചെയ്തു? ജനകൻ ജഗത് സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഢാശ്ലേഷവും ചെയ്താനല്ലോ. ജനക മഹാരാജാവിനും അതീവ സന്തോഷമായി. അദ്ദേഹം ആ ലോകനാഥനായ ജഗത് സ്വാമി, ലോകനാഥനായ ഭഗവാനെ, ശ്രീരാമനെ ആ ജനസദസ്സിൽ വെച്ച്, ധാരാളം ജനങ്ങളുണ്ട് അവിടെ, ആ ജനസദസ്സിൽ വെച്ച് ആലിംഗനം ചെയ്തു, ഗാഢാശ്ലേഷം ചെയ്തു സന്തോഷത്തോടെ. ഇത്രയുമാണ് അവിടെ നടന്ന സംഭവങ്ങൾ. അവിടെ ഒരു ശബ്ദം മറ്റൊലിക്കൊണ്ടു എന്ന് നമ്മൾ പഠിച്ചല്ലോ. എന്താണ് അവിടെ സംഭവിച്ചത്? മറ്റൊന്നുമല്ല, ശ്രീരാമൻ ഈ ശൈവജാപം എടുത്ത് കുലയ്ക്കാൻ ഉയർത്തി വലിച്ചപ്പോൾ പെട്ടെന്ന് അത് രണ്ടായിട്ട് ഒടിഞ്ഞുപോയി. ആ ഒടിഞ്ഞ ശബ്ദത്തെയാണ് എല്ലാ ലോകത്തിലും, ഈരേഴ് ലോകത്തിലും ഒരു മറ്റൊലി പോലെ കേട്ടത്. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞ ഒച്ച കേട്ട് നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ. ആ വില്ല് ഒടിഞ്ഞ ശബ്ദത്തെ എന്തിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു? ഇടിവെട്ടിനോട്. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞ ഒച്ച. ഇടിവെട്ട് വലിയൊരു ശബ്ദമാണല്ലേ. അതിഭയങ്കരമായി ഇടിവെട്ടുമ്പോൾ നമ്മൾ ഞെട്ടി വിറയ്ക്കാറുണ്ട്, ശരിയല്ലേ? അതുപോലെ ഇടിവെട്ടുന്നത് പോലെയുള്ള ആ വില്ല് മുറിഞ്ഞ ഒച്ച കേട്ടിട്ട് അവിടെ കൂടിയിരിക്കുന്ന രാജാക്കന്മാരെല്ലാം ആരെ പോലെയായി? നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ. ഉരകം പാമ്പ്. പാമ്പിന്റെ ഒരു സ്വഭാവം, പാമ്പിന് ഇടിമുഴക്കം, ഇടിമിന്നല് ഇതൊക്കെ വലിയ ഭയമാണ്. ഇടിവെട്ട് ഉണ്ടാകുമ്പോൾ പാമ്പ് പേടിച്ച് അതിൻ്റെ മാളങ്ങളിൽ പോയി ഒളിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ ഈ വിൽമുറിഞ്ഞ ഇടിവെട്ട് പോലെയുള്ള ശബ്ദം കേട്ടിട്ട് അവിടെ കൂടിയിരിക്കുന്ന രാജാക്കന്മാരെല്ലാം പാമ്പുകളെ പോലെ പേടിച്ചു വിറച്ചു. അവർക്കൊക്കെ ഭയമായിപ്പോയി. പക്ഷേ ഒരാൾ, മൈഥിലി, മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. രാജാക്കന്മാർ പാമ്പുകളെ പോലെ പേടിച്ചുപോയി. പക്ഷെ മൈഥിലി, സീത, മയിലിനെ പോലെ സന്തോഷിച്ചു. പാമ്പുകൾക്ക് ഇടിവെട്ട് ഭയമാണ്. പക്ഷെ മയിലിനാണെങ്കിലോ ഇടിമിന്നലും ഇടിമുഴക്കവും ആകാശം നിറയെ നല്ല കാർമേഘവും ഒക്കെ നിറയുന്ന ആ മഴ പെയ്യുന്നതിന് തൊട്ടു മുമ്പുള്ള സമയം, അതാണ് ഏറ്റവും ഇഷ്ടം. അങ്ങനെയുള്ള സമയത്താണ് മയില് അതിൻ്റെ മനോഹരമായ പീലിയൊക്കെ വിടർത്തി നൃത്തം ചെയ്യുക. അതിമനോഹരമായ ഒരു കാഴ്ചയാണ് മയിലിൻ്റെ പീലി വിടർത്തിയുള്ള നൃത്തം. അപ്പോൾ ഇവിടെ മൈഥിലിക്ക് മയിലിനെ പോലെ സന്തോഷമായി എന്നർത്ഥം.
വളരെ പ്രാധാന്യമുള്ള വരികളാണത്. പരീക്ഷകൾക്കൊക്കെ ചോദിക്കാറുമുണ്ട്. അങ്ങനെ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം കണ്ടിട്ട് കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. കൗശികൻ വിശ്വാമിത്രൻ. അതെല്ലാം കണ്ടിട്ട് ചേതസ് മനസ്സിലെ ആകെ കൗതുകം, അത്ഭുതമുണ്ടായി. എന്തെല്ലാം സംഭവങ്ങളാണ് നടന്നത് അല്ലെ? അതൊക്കെ കണ്ടിട്ട് ആകെ കൗതുകമുണ്ടായി വന്നു. അടുത്തതായിട്ട് അവിടെ നടക്കാൻ പോകുന്നത് എന്താണ്? വിവാഹമാണ്, വിവാഹ ആഘോഷമാണ്. അതിനായിട്ടിതാ വധുവിനെ, സീതയെ അണിയിച്ചൊരുക്കുകയാണ്. മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. സീതയെ അമ്മമാരും പരിചാരികമാരും ചേർന്ന് നല്ല ഭംഗിയിൽ അണിയിച്ചൊരുക്കി. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞ് ശോഭയോടെ സ്വർണമാലയും ധരിച്ച് ആദരാൽ മന്ദം മന്ദം അർണോജനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി. സീതയുടെ ആ ഒരു വരവ്, ആഗമനം ഒരു വാഗ്മയ ചിത്രം പോലെയാണ് കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ആ വരികളിലൂടെ നമ്മൾ ആ രംഗം നമ്മുടെ കണ്ണുകളിലൂടെ കാണുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ശരിയല്ലേ എന്ന്. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി, സ്വർണവർണ്ണത്തിന്റെ നിറമാണ് മൈഥിലിക്ക്. അങ്ങനെയുള്ള ആ മൈഥിലി മനോഹരി സുന്ദരിയായ സീത ശരീരത്തിൽ സ്വർണഭൂഷണങ്ങളും അണിഞ്ഞിട്ടുണ്ട്. സ്വർണാഭരണങ്ങളും അണിഞ്ഞുകൊണ്ട് ശോഭയോടെ ഭംഗിയോടെ സ്വർണമാലയും ധരിച്ച്, ഒരു സ്വർണമാലയും ധരിച്ചിട്ടുണ്ട്. അതെല്ലാം ധരിച്ച് എങ്ങനെയാണ് വരുന്നത്? മന്ദം മന്ദം, വളരെ പതുക്കെ പതുക്കെ അങ്ങനെ വന്ന് അർണോജനേത്രൻ, അർണോജനേത്രൻ ശ്രീരാമൻ, താമരപ്പൂവിന്റെ കണ്ണുകൾ പോലെയുള്ളവൻ, ആ ശ്രീരാമന്റെ അടുത്ത്, അർണോജനേത്രന്റെ അടുത്ത് വന്ന് സത്രപം, നാണത്തോടെ വിനീതയായി വിനയത്തോടെ അങ്ങനെ നിന്നു. ഒരു കുലസ്ത്രീയുടെ മഹത്വം, മഹിമ ആണ് ഈ വരികളിൽ സീതയിലൂടെ നമ്മൾ കാണുന്നത്. സീത അടയാഭരണങ്ങളെല്ലാം ധരിച്ച് വളരെ മനോഹരിയായിട്ട് പതുക്കെ പതുക്കെ വന്ന് ശ്രീരാമന്റെ സവിധത്തിൽ നാണത്തോടെ വിനയത്തോടെ അങ്ങനെ നിന്നു. നിന്നിട്ട് എന്തു ചെയ്തു? പതുക്കെ ശ്രീരാമനെ ഒന്ന് നോക്കുകയാണ്. ആ നോക്കുന്നതിനെ കുറിച്ച് കവി വർണ്ണിക്കുന്നതൊന്ന് നോക്കൂ. ശ്രീരാമന്റെ സവിധത്തിൽ നാണത്തോടെ വന്നു നിന്നിട്ട്, വിനയത്തോടെ വന്നു നിന്നിട്ട്, വന്നുടൻ നേത്രോൽപലമാലയും ഇട്ടാൾ മുന്നേ. നേത്രോൽപലമാല, അതെന്തു മാലയാണ്? നേത്രങ്ങൾ കൊണ്ടുള്ള നോട്ടം. ശ്രീരാമന്റെ അടുത്തെത്തിയ സീത ആദ്യം തന്നെ തന്റെ നോട്ടമാകുന്ന മാല, കണ്ണുകൾ കൊണ്ടുള്ള നോട്ടമാകുന്ന ആ മാല ശ്രീരാമന് അർപ്പിച്ചു. എന്ന് വെച്ചാൽ ശിരസുയർത്തി ശ്രീരാമനെ ഒന്ന് നോക്കി എന്നർത്ഥം. ആദ്യം നേത്രോൽപലമാലയിട്ടു, അതിനുശേഷം പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടിടിനാൻ. പിന്നാലെ കയ്യിലിരിക്കുന്ന ആ പൂമാല, വരണമാല, അത് ശ്രീരാമന്റെ കഴുത്തിൽ അണിയിച്ചു. ആദ്യം ഏതുമാലയാണ് ഇട്ടത്? നേത്രോൽപലമാല, കണ്ണുകൾ കൊണ്ടുള്ള നോട്ടം. അതിനുശേഷം കയ്യിലുള്ള പൂമാല, വരണമാലയും അർപ്പിച്ചു. മാലയും ധരിച്ച് നീലോൽപല കാന്തി തേടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിയിടിനാൻ. സീത അണിയിച്ച ആ മാല ധരിച്ച് നിൽക്കുന്ന ശ്രീരാമനെ വർണ്ണിക്കുകയാണ് കവി. നീലോൽപല കാന്തി ഉള്ള ആ ശ്രീരാമൻ ഏറ്റവും വിളങ്ങി, ഏറ്റവും ശോഭയോടെ സുന്ദരനായിട്ട് അങ്ങനെ ആ സ്വയംവര മണ്ഡപത്തിൽ നിൽക്കുകയാണ്. ഇവിടം വരെയാണ് നമുക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. സ്വയംവരം കണ്ടല്ലോ, സ്വയംവര മത്സരവും നമ്മൾ കണ്ടു, തുടർന്നുള്ള വിവാഹവും നമ്മൾ കണ്ടു. അതിമനോഹരമായ ഒരു ഭാഗം തന്നെയാണ് നമുക്ക് പഠിക്കാനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള സീതാ സ്വയംവരം. നമ്മളൊരു സ്വയംവരത്തിൽ പങ്കെടുത്ത പ്രതീതി ഉണ്ടായി. അപ്പോൾ നമുക്ക് ഇതിലെ പാഠത്തിന്റെ ആശയം ഇത്രയുമാണ്.
ഞാൻ ഇതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും മറ്റൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കയറി കണ്ടാൽ മതിയാകും. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് ഈ പാഠം നിർത്താം. മറ്റൊരു പാഠവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.